വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെല്ലാവരും വീട്ടിൽ സ്ഥിരമായിട്ടും ഗോതമ്പ് പുട്ട് തയ്യാറാക്കാറുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടമുള്ളത് തന്നെയാണ്. എന്നാൽ ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടും നല്ലൊരു മണത്തോടു കൂടിയും നല്ല ടേസ്റ്റി ആയിട്ട് ഗോതമ്പ് പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗോതമ്പ് പുട്ട് അരിപ്പുട്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നല്ല മണമുള്ളതാണ്. ഈ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള തേങ്ങ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് തേങ്ങ എടുക്കാം. കുറച്ച് ഉപ്പ്, വെള്ളം. നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിനകത്ത് ഗോതമ്പ് മാവ് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കത് ഏകദേശം ഒരു 2-3 മിനിറ്റ് മാവ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും. മാവ് റെഡിയായി എന്നറിയാനായിട്ട് മാവ് നന്നായിട്ട് ചൂടായി ഒരു മണം വരും. മാവിൻ്റെ നിറം മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ മാറ്റാതെ ചെയ്തുകൊണ്ടിരിക്കുക. മാവ് ഒട്ടും നിറം മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ വശവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വശത്ത് മാവ് നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും, മറ്റേ വശം മൂക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പം ഏകദേശം 2-3 മിനിറ്റ് സമയമായി. മാവ് നന്നായിട്ട് ചൂടായ ഒരു മണം വരുന്നുണ്ട്. ഈ മണം വരുന്നത് വരെ ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാവ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മാവിൽ ചെറിയ ചൂടുണ്ടായിരിക്കും. ആ ചൂട് കൊണ്ട് തന്നെ ബാക്കിയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂത്ത് കിട്ടും. ഇങ്ങനെ മാവ് നല്ല തണുക്കുന്നത് വരെ 1-2 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈവനായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഒന്നുപോലെ മാവ് റെഡിയായി കിട്ടും. മാവ് നമുക്ക് കയ്യിൽ തൊടാൻ പറ്റും എന്നുള്ള പരുവാകുന്നവരെ മാത്രം തണുപ്പിക്കുക. ഫുള്ളായിട്ട് തണുപ്പിക്കേണ്ട ആവശ്യമില്ല. തൊടാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. മാവിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം തളിച്ച് മാവ് നനച്ചു കൊടുക്കാം. മാവ് കുറച്ചും കൂടെ നനയാനുണ്ട്. വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നമ്മൾ ഏകദേശം 1 കപ്പ് നിറച്ചാണ് മാവ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1/4 കപ്പോളം വെള്ളം തന്നെ മതിയാവും. ആ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് മതിയാവും. കുറച്ചായിട്ട് തളിച്ചു കൊടുക്കുക. ഗോതമ്പ് മാവ് ഫൈൻ പൗഡർ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം എടുക്കത്തില്ല. അഥവാ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ വെള്ളം മാവിലെ എല്ലാ വശവും നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് മാവിന് ഞാൻ കൃത്യം 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പം പുട്ടിൻ്റെ മാവ് നന്നായിട്ട് നനയ്ക്കാൻ അറിയുന്നവർക്ക് ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ച് തന്നെ ഈ കട്ടകളെല്ലാം നമുക്ക് നന്നായിട്ട് പൊടിയാക്കി എടുക്കാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർക്ക് ഈ പണി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാവ് നനഞ്ഞ് കിട്ടിയിരിക്കണം. നമുക്ക് തൊടുമ്പോൾ അറിയാം കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സ്റ്റേജ് ആക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മാവ് ഇങ്ങനെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. മിക്സിയിൽ പക്ഷെ ഒരുപാട് സമയം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാവ് കട്ടയായി പോകാനും എല്ലാം കൂടെ ഉരുണ്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് പെട്ടെന്ന് ഓഫ് ചെയ്ത് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക. കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്ന് പുട്ട് തയ്യാറാക്കുന്നത്. കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് നമുക്ക് ചൂടാകാനായിട്ട് വയ്ക്കാം. വെള്ളം ഒന്ന് തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം പുട്ടുകുറ്റി വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് പുട്ട് ഫില്ല് ചെയ്യാം. അതിനകത്ത് പുട്ടുകുറ്റിക്കകത്ത് ചില്ലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കുക. ഏകദേശം 2 സ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്നിങ്ങനെ കുലുക്കി കൊടുക്കുക. ഒരുപാട് നിറച്ച് മാവ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള വാക്വം കുറയും. പുട്ട് വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. പുട്ട് അത്ര സോഫ്റ്റ് ആയിട്ടും കിട്ടത്തില്ല. ഇങ്ങനെ അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെയും 2 സ്പൂൺ നിറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മാവും തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. കുക്കറിൽ നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് സ്റ്റീം വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പുട്ട് വേകാനായിട്ട് ഏകദേശം 3-4 മിനിറ്റ് വേണ്ടി വരും. 5 മിനിറ്റിൽ കൂടുതലായിട്ട് പുട്ട് വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സമയമായാലും പുട്ട് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അഥവാ പുട്ടിൽ മാവ് നനയ്ക്കുമ്പോൾ വെള്ളം കൂടി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ പാത്രം അടച്ചു വെച്ച് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വച്ചിട്ടെടുത്ത് പിന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അഥവാ അത്രയും വെള്ളത്തോടെ തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ നമുക്ക് ഫ്ലേക്സ് ആയിട്ട് പുട്ടുപൊടി കിട്ടത്തില്ല. ഒന്ന് ഫ്രീസറിൽ വെച്ച് മാവ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ എക്സ്ട്രാ മോയ്സ്ചർ എല്ലാം പുട്ടിൻ്റെ പൊടി വലിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ തന്നെ പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 4 മിനിറ്റ് സമയം കഴിഞ്ഞു. പുട്ടുകുറ്റിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറ്റി കുക്കറിൽ നിന്ന് മാറ്റി വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം കുറ്റിയിൽ നിന്ന് പുട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പൊടിഞ്ഞു പോകാതെ നല്ല ഫുള്ളായിട്ട് നമുക്ക് കിട്ടാൻ അതിന് കുറച്ച് ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. മാറ്റി വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ രുചികരവും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ഈ മെത്തേഡിൽ പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.